ഹായ് ഫ്രണ്ട്സ്, ട്രെൻഡിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് നോക്കിയാലോ. ഇതിനാദ്യം തന്നെ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കുക. അതിൽ തന്നെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ പറ്റും. പേഴ്സണൽ എന്നുള്ളതിൽ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്താൽ മതി. അല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് ഫോട്ടോസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുമ്പോൾ ചില പോർഷൻസ് ഇതുപോലെ കട്ടായിട്ടുണ്ടാവും. അതിനെ നമുക്ക് ബ്രഷും എറേസറും യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന ഭാഗം ബ്രഷ് ചെയ്തിട്ടും വേണ്ടാത്ത ഭാഗം എറേസർ യൂസ് ചെയ്തിട്ട് കളഞ്ഞിട്ടും നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ ആണ് നോർമലി ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാറുള്ളത് ഫോട്ടോസിൻ്റെ. അതുപോലെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ട ഫോട്ടോസൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടും ഔട്ട്ലൈൻ കൊടുക്കുന്ന ആവശ്യമായിട്ടുള്ളതിനൊക്കെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പിൻട്രസ്റ്റ് ആപ്പാണ്. പിൻട്രസ്റ്റ് ആപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെർച്ച് ചെയ്യാം. മീൻസ് ഈ സേവ് ദ ഡേറ്റ്, ബാക്ക്ഗ്രൗണ്ട്, ടെംപ്ലേറ്റ് വീഡിയോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് അവൈലബിലിറ്റി കിട്ടും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടാണോ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് ആ ആപ്പ് യൂസ് ചെയ്തിട്ട് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. എനിക്ക് പിൻട്രസ്റ്റ് ആപ്പിൽ എങ്ങനെയാണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞാൻ കോപ്പി ചെയ്തിട്ട് വിറ്റ്മേറ്റ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസും ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് നമ്മൾ വയ്ക്കാം. ഇതിന് ശേഷം നമ്മൾ വീണ്ടും ഇൻഷോട്ടിൽ പോയി വീഡിയോസ് എന്നൊരു ഓപ്ഷനിൽ ന്യൂ എന്ന് കൊടുക്കുക. നമുക്കിത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്പാണ് കേട്ടോ ഇൻഷോട്ട്. പലരും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോ ഏതാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുത്തിട്ട് നമ്മൾ പിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിപ്പ് ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഫോട്ടോസോ വേറെ ഏതെങ്കിലും വീഡിയോസോ നമുക്ക് അതിൽ സൈഡിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഫോട്ടോയാണ് അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ആനിമേഷനിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് എന്നുള്ള ഒരുപാട് ഔട്ടായിട്ടും ഇന്നായിട്ടും കോംബോ ആയിട്ടും ലൂപ്പായിട്ടും ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് അതിൽ ചൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈസ്, സ്പീഡ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക. പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന എത്ര ഫോട്ടോസാണോ അത്രയും ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓരോ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടും നമുക്ക് എവിടെ വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിൽറ്റേഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അവൈലബിൾ ആയിട്ട് ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫോട്ടോ പ്ലേ ചെയ്യുമ്പോൾ ആ ഫോട്ടോയുടെ മുകളിലോട്ട് അല്ലെങ്കിൽ സൈഡിൽ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത ഫോട്ടോസ് വരാം, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മളുടെ അതിൻ്റെ ടൈം, സ്പീഡ്, ആനിമേഷൻ അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പ്ലേ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് ഓക്കെ ആണോ, പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ആക്കാം. പിന്നെ മ്യൂസിക് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. സംഭവം സേവ് ചെയ്തിട്ട് ഞാൻ മറന്നുപോയതാണ് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. എന്നാൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളുടെ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. കാന്താരിയല്ലേ കാന്താരി? അത് ഏഞ്ചലാ. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. आँखों में डूब जाने को हम बेकरार बैठे.